കഴിഞ്ഞ ദിവസമേ ബാലയുടെ നാലാമത്തെ ഭാര്യയായ കോകില, നാലാമത്തെ ഭാര്യ എന്ന് പറയുന്ന അതെ കല്യാണം കഴിച്ചേക്കുന്നത് ഒരു രണ്ടുപേര് രജിസ്റ്റർ ചെയ്തേക്കുന്നുണ്ട്. അങ്ങനെ എന്തോ ഇവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അമ്പലത്തിൽ കേരളത്തിൽ കെട്ടിയിട്ട് എന്താ പ്രയോജനം നടത്തില്ല. തമിഴ്നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അത് ഏത് കോയിൽ എന്ന് ചോദിക്കുമെന്ന് അറിയത്തില്ല. തമിഴന്മാർക്ക് മലയാളം വായിക്കാൻ അറിയോ? എന്തിനും ആട്ടെ. അങ്ങനെ നാലാമത്തെ ഭാര്യ എന്നറിയപ്പെടുന്ന കോകില എലിസബത്തിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. അതിൽ അവർ പറയുകയാണ്, എലിസബത്ത് മുൻപ് വിവാഹം കഴിച്ചിട്ടുണ്ട്, ഡിവോഴ്സ് ആയതാണ്. അതെല്ലാവർക്കും അറിയാം, എനിക്കറിയാം, എല്ലാവർക്കും കുറെ അവരുടെ ബന്ധുക്കൾക്ക് നാട്ടുകാർക്കൊക്കെ അറിയാം. അവളെ കല്യാണം കഴിച്ചിരിക്കുന്നു അറിയാം. അതൊന്നും ഇവിടെ വലിയ രഹസ്യമൊന്നുമല്ല. പിന്നെ അത് പോസ്റ്റർ ഒട്ടിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഇപ്പം നടക്കുന്ന വിഷയം അതല്ലാത്തത് കൊണ്ടും വെറുതെ ഇരിക്കുന്ന ഒരാളെ ചീത്ത പറയാൻ പറ്റത്തില്ലല്ലോ. എന്തിനാ എലിസബത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? ഇവർ വന്നിട്ട് പറയാം എലിസബത്ത് അതൊക്കെ പറയണമെന്ന് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട് സീരിയസ് ആയിട്ട് എടുക്കാനുള്ളതൊന്നുമില്ല. നല്ല ഉഗ്രം കോമഡി, നല്ല ഒന്നാന്തരം മണ്ടത്തരം. ഭാര്യ ഇവിടെ ഉണ്ടല്ലോ, ഓ പെർഫെക്റ്റ് മാച്ച്. ഇതങ്ങ് ആദ്യമേ അങ്ങ് കെട്ടിയിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് ശല്യം ഉണ്ടാകത്തില്ല. എല്ലാവർക്കുമേ നമസ്കാരം. നമസ്കാരം, നമസ്തേ, വണക്കം. இப்போ நான் என்ன சொல்ல வரேன்னா, എന്താ நிறைய விஷயங்கள் பார்க்கும்போது எனக்கு ரொம்ப அது കഷ്ടமா இருக்கு. ஏன்னா നിറയെ വിഷയങ്ങൾ പാക്കുമ്പോൾ, അതായത് ഈ കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, MDMA പോലത്തെ മയക്കുമരുന്ന് ഉപയോഗങ്ങളൊക്കെ പാക്കുമ്പോൾ കൊഞ്ചം കഷ്ടമാ இருக்கு. അക്കാവുക്ക് ரொம்ப കഷ്ടമാ இருக்கு. நானும் ஒரு பொண்ணு தானே. ഒന്നും ആണും ഒന്നും ഒരു പ്രശ്നമല്ല. ആദ്യം ഒരു മനുഷ്യൻ ആവണം. അതാണോ എന്ന് നോക്കണം. எனக்கும் நிறைய கஷ்டங்கள் இருக்கு. അയ്യോടാ, അതെന്താ മോനെ ഇത്ര കഷ്ടങ്ങളൊക്കെ ഇരിക്കത്? എവിടെ ഇറുക്കിയത് ഈ കഷ്ടങ്ങളൊക്കെ? കഷ്ടങ്ങൾ പിടിച്ച് ഇറുക്കിയത്? അയ്യോ, കഷ്ടങ്ങൾ ഇറുക്കിയെന്ന്. ஸோ நீங்க எனக்கு சப்போர்ட் பண்ணுவீங்கன்னு நான் நினைக்கிறேன். അക്ക കാര്യം പറയൂ, കാര്യം പറയൂ. ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. സപ്പോർട്ട് പண்றீங்களே நினைக்கிறீங்களே, അതൊക്കെ പറ. അവിടെ നിൽക്കട്ടെ, കാര്യത്തിലേക്ക് വാ, പറ. இந்த மெசேஜ் நான் டைரக்டா யாருக்கு சொல்றேன்னா எலிசபெத் அக்காக்கு தான் நான் சொல்றேன். ഡയറക്റ്റാ എലിസബത്ത് അക്കാക്ക് പറയുകയാണെങ്കിൽ എന്തിനാ മറ്റേ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് ഈ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന? എലിസബത്ത് അക്കയുടെ ഫോൺ നമ്പറെ വിളിച്ച് പറയുകയോ അല്ലെ മെസ്സേജ് അയക്കുകയോ വിടേ. എന്തിനാ എലിസബത്ത് അക്കാക്ക് ഡയറക്റ്റാ സൊല്ലേ? ഡയറക്റ്റാ അല്ല സൊല്ലേ, ഇൻഡയറക്റ്റാ സൊല്ലേ. ഡയറക്റ്റാണ് മറ്റവമെന്ന് പറഞ്ഞേനെ. பிக் சைஸே உள்ள உறப்பில்ல. எலிசபெத் சேச்சிக்கு தான் நான் சொல்றேன். சொல்ற பார சௌதா. இப்போ ஒரு 20 minutes பிஃபோர் தான் நான் உங்க வீடியோ பார்த்திருந்தேன். நீங்க 20 மினிட் முன்பே வீடியோ பார்த்துட்டு நீங்க எனக்கு சேலஞ்ச் பண்ண மாதிரி இருந்தது. ഓ അക്ക ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തേ. അക്ക ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തേ. ആണൊരുത്തൻ അവിടെ ഇരിക്കുമ്പോൾ അക്കായിക്ക് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്ന ആ ഗതികെട്ട അവനുണ്ടല്ലോ, ബിഗ് സൈസ് വേസ്റ്റ് എവിടെ? அதாவது என்னன்னா, പാരസൗദ லாஸ்ட் டைம் வீடியோ போட்டிருந்தேன். இது പാരസൗദ நான் என்ன சொல்ல வரேன்னா, മാമ வந்து കുറച്ചു നേരം ആയല്ലോ. ഞാൻ എന്താ പറയാ വന്ന? അത് പറഞ്ഞ സപ്പോർട്ട് ഉണ്ടാ? അതല്ല ഇവിടുത്തെ പ്രശ്നം. കാര്യത്തിലേക്ക് കിടക്കൂ. നീ എന്തിനാ വീഡിയോ എടുക്കാൻ വന്നേ? அது வர நீங்க ஒரு கேர்ளா இருந்து இது இருக்கு அது இருக்கு அப்படி இப்படி நிறைய விஷயங்கள் சொல்றீங்க. അതെ 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 എലിസബത്ത് ഒരു ഗേളാ ഇരുന്ന് അതിറുക്കി ഇതിറുക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഞണ്ടിറുക്കി, എവിടെയോ ചെന്ന് കഥകിന്റെ ഇടയെ കൊണ്ട് കൈയിറുക്കി, കണ്ണിറുക്കി, അങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ടെന്നാ അക്ക മനസ്സിലാക്കിയത്. അക്ക അതല്ല, അത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെയല്ലോ, അതല്ല ആ ശബ്ദം. അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യ എന്താ നീ ആദ്യം അറിയണം. பட் மாமா வந்து ஒரு எப்படி சொல்றது, മാമ വന്നിട്ട് പാരസൗദ നീ കുറച്ചേരായല്ല അതും ഇതൊക്കെ പറയുന്നേ. പഠിച്ചിട്ടൊക്കെ വരണ്ടേ കൊച്ചേ? നിർബന്ധിച്ചൊക്കെ പറയിക്കുന്നവരുണ്ട്. അമ്പടി ഒരു ജെന്ന ഇരുന്ന് എന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം എന്ത് സാധനം ഇത് ജെന്ന? അത് ഈ ജെന്ന എന്ന് പറഞ്ഞാല് ജെൻ ആയിരുന്നത്. എന്താണ് ഈ ജെൻ? ജനറേഷൻ, ന്യൂ ജെൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്ന് പറയുന്നത് ഒരു ജെൻ ആവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു. പിന്നെ ഞാൻ ഓർത്തു ഇതിനകത്ത് ഈ ജനറേഷന്റെ വിഷയം വരുന്നില്ലല്ലോ,
അത് ബാലയും കോകിലയുമായിട്ട് ചിലപ്പോൾ ഒരു വലിയ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷേ ഈ എലിസബത്തിന്റെ വിഷയത്തിലും അവരുടെ വിഷയത്തിലും ഒരു ജനറേഷൻ ഗ്യാപ്പ് ഒന്നുമില്ല. കാരണം അപ്പന്റെ പ്രായമുള്ള ഒരാളെ അല്ല എലിസബത്ത് കെട്ടിയത്. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. പിന്നെ ഞാൻ ആലോചിച്ചു വേറെന്ത് ജന്ന ഉള്ളത്? ജനമൈത്രി. അതിന് ജെൻ എന്നൊന്നും പറയുന്നില്ല അല്ലേ? വേറെന്ത് ജെന്നുള്ളേ? ജെൻ ഉള്ള ഒരു ജെൻസ് വെയർ അങ്ങനെയാ കണക്ട് ചെയ്തത്. ജെന്നായിരുന്ന മാമാവ് മാമ മലയാളി മാമ പണ്ട് പാട്ടില്ലേ മാമ മലയാളി മാമ. അയ്യോ ജെന്നായിരുന്ന മാമ ലേഡിയായിരുന്ന ഗേളായിരുന്ന വിദ്യാഭ്യാസത്തിന്റെ ആ യോഗ്യത அவர் சொல்ல முடியாத நிறைய விஷயங்கள் இருக்கு. അതെന്താ മോനെ சொல்ல நிறைய விஷயம் இருக்கு. ஆனா மாமாக்கு சொல்ல முடியாதக்கு என்ன பிரச்சனை அங்க இருக்கடா? എന്നോട് മാമ ബിഗ് സൈസ് നാക്കൊക്കെ എന്താ തളർന്നു പോയോ? ബിഗ് സൈസ് ഒന്നും ഇപ്പൊ അനങ്ങുന്നില്ലേ? മാമാക്ക് വേണ്ടി വന്നേക്കുവാ പറയാൻ. നാക്കും തളർന്നു എന്റെ. அதெல்லாம் சொன்னா எங்களுக்கு அது அசிங்கம். ശരി മാന്യേ. உங்களுக்கு அது அசிங்கமோ இருக்கோ இல்லையோ அது எங்களுக்கு ரொம்ப அசிங்கம். உங்களுக்கா? அது எப்படி? சொல்லுங்க 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 சொல்லுங்க. நீங்க யாரு? நீங்க யாரு? நீங்க யாரு? நீங்க யாரு? சோ நான் என்ன சொல்ல வரேன்னா பாரா சௌதா, நான் என் மாமாவோட ரொம்ப சந்தோஷமா நல்லா இருக்கேன். നീ നിന്റെ മാമാവോടെ സന്തോഷമായി ഇരിക്കണതല്ലടാ ഇവിടുത്തെ പ്രശ്നം. ഇതൊക്കെ ആരെങ്കിലും ഇതിനോടൊന്ന് പറഞ്ഞു കൊടുക്ക്. നിന്റെ മാമ ഇതൊക്കെ മുന്നാടി 1-2 പെണ്ണുങ്ങളെ കല്യാണം പണി അപ്പടിയൊക്കെ പണി കൊഞ്ചം പ്രശ്നമൊക്കെ ആയി. ഒരു മോളുണ്ട്, മോളെയും പ്രശ്നമൊക്കെ ആയി. കേസ് വഴക്ക് അപ്പടിയെല്ലാം ഇറുക്ക്. അതാണല്ല നീയും നിന്റെ മാമയെ സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ എന്നുള്ള ഇവിടുത്തെ പ്രശ്നമല്ല. ഇനി നാളെ നീ, ഇന്ന് ഞാൻ നാളെ നീ എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ അന്ന് നീ വന്ന് കരയുമ്പോൾ നമ്മൾ ശരിയാ പാവം വഞ്ചിക്കപ്പെട്ട ഒരാളോടുള്ള ആ ഒരു ഇത് ചെയ്യാൻ പറ്റും. ഈ സന്തോഷമായിട്ടിരിക്കുന്നതിലൊന്നും ഇവിടെ ആരും ഒരു കുറ്റവും പറഞ്ഞില്ല. മാമയ്ക്ക് മാത്രം അങ്ങ് സന്തോഷം മതിയോടെ. മാമ കാരണം ഇവിടെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുക. വലിയ മെനക്കേടാ ഈ മാമയെ കൊണ്ട്. അതിനെപ്പറ്റിയാണ്, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരുപാട് ദുരിതങ്ങളൊക്കെ അവർ അനുഭവിച്ച വേറൊരു ഗേൾ ജെന്നായിരുന്ന ഉന്നോட മാമ കൊഞ്ചം പ്രശ്ന പണിയാச்சு தெரியுமா? அதே மாதிரி நீங்க ரெஜிஸ்டர் மேரேஜ் பண்ணிருக்கீங்கல்ல? முன்னே எலிசபெத் ரெஜிஸ்டர் மேரேஜ் பண்ணியிருக்க. നിന്റെ കൂടെ നടക്കുന്ന മാമ എത്ര മാരേജ് പണിയിരിക്ക തെറിയുമാ? അവന് തന്നെ അറിയത്തില്ല എന്തോ ചെയ്യുന്നത്. അപ്പൊ അവനോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എലിസബത്ത് മുന്നേ എന്തോ മാരേജ്, ഒരു അറേഞ്ച് മാരേജ്, അതിലൊരു ഡിവോഴ്സ്. ആ കൊച്ചു അതിന്റെ പ്രൊഫൈലൊക്കെ പണ്ടേ അപ്ഡേറ്റ് ചെയ്തിരുന്നത് ഡിവോഴ്സ്ഡ് എന്നൊക്കെ പറഞ്ഞു തന്നെയാണ്. അല്ലാതെ അവൾ ആരെയും മറച്ചു വെച്ചിട്ടുള്ള ആളൊന്നുമല്ല. കല്യാണത്തിന് മുമ്പ് ബാലയ്ക്ക് നല്ലപോലെ അറിയുകയും ചെയ്യാം. ബാലയാണ് ഈ ഡിവോഴ്സിൽ അവളെ ഹെൽപ്പ് ചെയ്തതെന്ന്. അപ്പൊ അവന് നല്ലപോലെ അറിയാം ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഡിവോഴ്സ് ആണെന്നൊക്കെ അറിഞ്ഞിട്ടാണ് മുന്നേ എനിക്കൊരു മെഗ് ബിലീഫ് ആണ് മുന്നേ ആ കല്യാണമൊക്കെ ബാല കഴിക്കുന്നത്. പക്ഷെ ബാല 3ാമത്തെ കല്യാണമാണ് കഴിച്ചതെന്ന് ഈ എലിസബത്ത് അറിയുന്നത് അമൃതയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ്. ഇങ്ങനെ ഇരിക്കുന്നു നല്ല മാമ. ഇവൻ ഒറിജിനൽ തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഇതുപോലൊരു അളിഞ്ഞ മാമ പോയി മാമയെ വേലപ്പാറ മാമ. ഇവിടെ വേണ്ട. നിനക്ക് ഈ മാമയും കൊണ്ട് തമിഴ്നാട്ടിൽ വല്ലതും ഒന്നും കൊണ്ട് കളയാവോ? എല്ലാം കൊണ്ടുപോക്കോളാവോ? എടുത്തോണ്ടങ്ങ് പോ. അത് ഫസ്റ്റ് இந்த மக்களுக்கெல்லாம் சொல்லுங்க. അതങ്ങനെയാണല്ലോ മാമ. പിന്നെ അങ്ങനെയാ. അമൃത കല്യാണം കഴിച്ചപ്പോ അമൃത അറിഞ്ഞില്ലാന്ന്. ഇവൻ ആദ്യം കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയതാണെന്നോ എന്തൊക്കെ പ്രശ്നമുള്ളതാണെന്നോ ആർക്കും അറിയത്തില്ല. 2ാമത് കല്യാണം കഴിച്ചപ്പോഴെന്ന് പറഞ്ഞില്ല. അപ്പൊ മാമ പൊടിയാണല്ലോ ഈ കൊച്ചേ. നിന്നോട് എന്താ പറഞ്ഞേക്കുന്നത്? ശരിക്കും സത്യം പറ, ഉള്ള കാര്യം പറ. അവൻ എന്തൊക്കെ കള്ളത്തിനും പറഞ്ഞാൽ പറ്റിച്ചേക്കുന്നേ. ചിലപ്പോൾ ഇതിനെ പറ്റിച്ച് കാണും. അയ്യോ ഇതൊന്നും അറിയാതിരുന്ന് പാവം നേരത്തെ എലിസബത്തൊക്കെ ഇരിക്കുന്നവന് ഇരിക്കുവാന്നേ. മാമ സൂപ്പർ. മറ്റേ ബാല പാവം. എലിസബത്തോടൊക്കെ ഓർക്കുന്നില്ലേ നിർബന്ധിച്ച് പിടിച്ചോണ്ട് വരുന്ന കമ്മിയാ. ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നത് വാങ്ങിയ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുക ക്യാമറയും പിടിച്ച്. മനസ്സിലായോ? അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് അമൃതയും പൊക്കിയെടുത്തോണ്ട് നടക്കുക നാട് നീളെ. ഇപ്പൊ വിഷു ഇതായതുകൊണ്ട് ഈ പറഞ്ഞ പെണ്ണ് വന്നേക്കുവാ. ഏത് കോകില. കൊള്ളാം, നന്നായിരിക്കുന്നു. ബാല ഇത്രയും തരം താന്ന് അതപ്പതിച്ചൊരുത്തൻ ഇതുപോലെ അതപ്പതിച്ചവൻ പറഞ്ഞ നീ എന്തിനാണ് ബിഗ് സൈസും പൊക്കിക്കൊണ്ട് നടക്കുന്നത്? ഇത് കള വേസ്റ്റായത്. ബിഗ് സൈസ് ആണെന്ന് എല്ലാ അർത്ഥത്തിലും. എന്തർത്ഥത്തിൽ ബിഗ് സൈസ് എന്നാ? ഒരു വലിയ സെപ്റ്റി ടാങ്ക്
അങ്ങനെയൊക്കെ കാണാൻ കൊള്ളത്തുള്ളൂ. അല്ല വേറെ എന്തൊക്കെ വലുതുണ്ടോ വേസ്റ്റ് ആയിട്ട് അതല്ല ഇവന് വന്നേക്കോ. എന്നിട്ട് മാമ ஏதோ நாங்க ஏமாத்துறோம் அது பண்றோம் இது பண்றோம் நீங்க சொல்றீங்கல்ல. നീങ്ക അല്ല, നിങ്ങളുടെ മാമ ഏമാത്രങ്ക സൊല്ലേ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കെട്ടിയ പെണ്ണിനെ ഏമാത്തി, രണ്ടാമത് കെട്ടിയ പെണ്ണിനെ ഏമാത്തി, അതിന് മുമ്പ് കെട്ടിയ പെണ്ണിനെ എന്താ മാറ്റിയെന്ന് നമുക്കറിയത്തില്ല. എന്താണല്ലോ അവളിപ്പോ കൂടെ ഇല്ല. ഇനി നാളെ നിന്നെ മാത്തുവോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല മുത്തേ. വല്ലാത്തൊരു മാത്തനാവൻ. അതുകൊണ്ട് പറയുക, മനസ്സിലാവുന്നുണ്ടോ കൊച്ചിന്? കൊച്ചിന് മനസ്സിലാവോ? ഈ വീഡിയോ ഒന്നും കാണണ്ട കേട്ടോ. നീ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും ചിലപ്പോൾ എന്താ പ്രശ്നമെന്ന്. ഇതിന് മനസ്സിലായിട്ടില്ല ഈ കൊച്ചിന്. എന്തോ ഏമാത്തി, ഞാങ്കയല്ല ഏമാത്തി എന്ന് சொல்றது. പിന്നെ നിന്റെ ഈ മാമ ഇരുന്നോണ്ട് ചെയ്യുന്നത് ഏമാത്തലൊന്നും അല്ലേ? നിനക്കത് മനസ്സിലായില്ലേ ഇതുവരായിട്ട്? ഏമാത്തല നീ അതിലും വലിയ പുള്ളിയാണെന്ന് തോന്നുന്നല്ലോടി. ഈ ഏമാത്തലിന് കൂട്ടുവന്നേക്കുവാണോ? ഓഹോ, കഞ്ഞി വെച്ച് കൊടുക്കാൻ വന്നാണല്ലോ അല്ലേ കള്ളന്. കൊള്ളാം, നല്ല തൊഴിൽ. ആദ്യം ഈ ബാല അങ്ങ് അറിഞ്ഞപ്പോൾ പാട്ടൊക്കെ കേൾക്കുന്ന ഇഷ്ടമായപ്പോൾ അമൃതയെ കിട്ടി. ലിവറൊക്കെ പോയി കിടന്നപ്പോൾ ഒരു ഡോക്ടറെ ആവശ്യമുണ്ട്, അത് ഡോക്ടറെ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഒരു കെയർടേക്കറെ ആവശ്യമുണ്ട്, അപ്പോൾ ഒരു വേലക്കാരിയെ കിട്ടി എന്ന് പറഞ്ഞ പോലെ. കണ്ടില്ലേ ആ സ്റ്റാറ്റസ് ഇങ്ങനെ മാറി വരുന്നുണ്ടോ? കുക്കിംഗ് പരിപാടി. ഇപ്പോൾ കുക്കിംഗ് തീറ്റ, കിച്ചണിൽ തന്നെ ഒരു പെണ്ണ്. വാവ്, நீங்க ஃபர்ஸ்ட் இவங்களெல்லாம் ஏமாத்துறீங்கல்ல. അയ്യോടാ, നീങ്ക ഫസ്റ്റ് ഇവയെല്ലാം ഏമാത്തിങ്കല്ലേ. എടീ, നിന്റെ ആ മാമയുണ്ടല്ലോ, അവൻ ഇതെല്ലാം അറിയാം. എൽസവത്തിന്റെ പഴയ കഥകളൊക്കെ അറിയാം. എൽസവത്തിന് ഡിവോഴ്സ് ആയതെന്നറിയാം. അത് ഈ നാട്ടുകാർക്കറിയാം, എൽസവത്തിന്റെ വീട്ടുകാർക്കറിയാം, ബന്ധുക്കൾക്കറിയാം, സകല സുഹൃത്തുക്കൾക്കറിയാം. ഇപ്പം എനിക്ക് എന്നേ അറിയാമെന്നറിയോ ഇതൊക്കെ? എല്ലാവർക്കും അറിയാം, എൻ്റെ കൂടെയുള്ളവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ അറിയാത്തവരുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നിരുന്നുകൊണ്ട് ഇതിനിടയിൽ ഞാൻ അന്ന് കുഞ്ഞുവാവയായിരുന്നു, അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ട്, പിന്നെ എനിക്ക് അഫയർ ഉണ്ടായിരുന്നു, അതിന് പിന്നെ ഒരു അഫയർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഒരു അഫയർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്, പിന്നെ ലിവിംഗ് ടുഗദർ ഉണ്ട്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ഇവിടെ. ഇവിടുത്തെ പ്രശ്നം മനസ്സിലാക്കിക്കോ. നിന്റെ ആ മാമ കുറെ ഏമാത്തുന്നത് മാത്രമല്ല, മാറ്റിയിട്ടിട്ട് പീഡിപ്പിക്കുന്നു. മനസ്സിലായോ? ശാരീരികവും മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു. ഒരാളെ അല്ല, അത് രണ്ടുപേരും ഇപ്പോൾ കേരളത്തിൽ നിന്നായി. നീ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നേക്കുന്നതുകൊണ്ട് ഇനി അടുത്തത് അങ്ങ് തമിഴ്നാട്ടിലായിരിക്കും ഈ ബഹളമൊക്കെ കേൾക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു. ഇവിടെ കിടന്ന് അലമ്പല്ലേ, നീ അങ്ങ് പൊക്കോണേ, തമിഴ്നാട്ടിൽ പോയി കിടന്നേ മോങ്ങാവൂ. ഇത് കഴിയും. ഈ സീൻ ഇതിനു മുമ്പ് ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇവൻ കൊണ്ടു നടന്ന് ഭാര്യയെ പൊക്കി എടുത്തോണ്ട് സ്നേഹവും അതും ഇതൊക്കെ കാണിക്കുന്നത്. പിന്നടിയാ அவங்கள ஃபர்ஸ்ட் நீங்க சொல்லுங்க. അമ്പടി, யார் உங்க ஹஸ்பண்ட் ஃபர்ஸ்ட்? அம்மேட நாயரு, நின்ற அம்மேட நாயரு. உங்க ஹஸ்பண்ட் யார்? ஒரு டாக்டர் தானே? ഓ, അങ്ങനെ പഴയ ഹസ്ബൻഡ് ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും എന്താണെങ്കിലും അത് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു, ഡിവോഴ്സായി. അത് ഡിവോഴ്സായി. വളരെ മാന്യമായിട്ട് അവർ രണ്ടുപേര് പിരിഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇതുപോലെ കിടന്ന് അലമ്പുമല്ല ചെയ്തത്. ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞ് നടക്കുന്നത് കണ്ടോ? എൽസോത്ത് പറഞ്ഞ് നടക്കുന്നത് നീ കണ്ടോ? എൽസോത്തിന്റെ കെട്ടിയും പറഞ്ഞ് നടക്കുന്നത് കണ്ടോ? നിന്റെ വീട്ടിൽ ഇരിക്കുന്ന മാമ ആരെ പറ്റിയാ പറയാത്ത? ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾ കെട്ടിയിട്ട് എല്ലാത്തിൻ്റെയും പുറകെ പിന്നെ ശല്യം ചെയ്ത് നടക്കുമല്ലേ? ആ അന്തസ്സ് മനസ്സിലാകത്തില്ല നിനക്ക്. കാരണം നീ ഏതോ എവിടെ നിന്ന് വന്നാ എനിക്കറിയത്തില്ല. എല്ലാവരും കറക്റ്റ് കാണിച്ചു തരാം എന്തോ അതിൻ്റെ പ്രശ്നം. അങ്ങനെയാ, ഡിവോഴ്സ് ആയാൽ മാന്യമായിട്ട് പിരിയണം. മനസ്സിലായി? അല്ല അതും പറഞ്ഞോണ്ട് പിന്നെ നടന്ന് അവനെയും കുറ്റം പറഞ്ഞ് ഇവളെയും കുറ്റം പറഞ്ഞ് നടക്കുമല്ല. അതും ഡോക്ടർ ഇവളും ഡോക്ടർ, അതുകൊണ്ടായിരിക്കും. അല്ലാതെ 10ാം ക്ലാസ്സും കുസ്തിയും കുക്കിംഗ് വീഡിയോ അല്ലല്ലോ. ആ വ്യത്യാസമുണ്ട്. അത് ചിലപ്പോൾ മോന് മനസ്സിലാകത്തില്ല. മോൻ എത്രാം ക്ലാസ് വരെ പഠിച്ചു? അത് ഫസ്റ്റ് നിങ്ങൾ വെളിയില சொல்லுங்க. എന്റെ പൊന്നക്ക, അതൊക്കെ നിന്റെ മാമയുടെ സ്വഭാവമാണ്. കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെയും ഇങ്ങനെ വെളിയിലെ ചൊല്ലി നടക്കാന്ന് പറഞ്ഞ ഒരു അതപ്പതിച്ച തറ ലെവലിൽ ജീവിക്കുന്ന തെണ്ടികൾക്ക് പറഞ്ഞിട്ടുള്ള പണിയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അതുപോലെ എടുത്തനാ നിന്റെ മാമ. അവനാണ് ഈ തെണ്ടിത്തരം മൊത്തം കാണിക്കുന്നത് ഇവിടെ കിടന്നുണ്ട്. അല്ലാതെ മാന്യമായിട്ട് ജീവിക്കുന്ന വിദ്യാഭ്യാസവും വിവരമുള്ള ഒരു മനുഷ്യനത് ചെയ്യത്തില്ല. അത് നിന്റെയൊക്കെ നിലവാരം. നീ ഇനി ഇത് കഴിഞ്ഞിട്ട് നീ എന്ന് വിളമ്പ് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് എന്തോ നടന്നതെന്ന്. അവരുടെ കാര്യം, അവരും നിന്റെ മാമയും തമ്മിലുള്ള പ്രശ്നം അവർ സംസാരിക്കുന്നത്. അല്ലാതെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഇതെല്ലാം പറയാൻ ഇതെന്തോ അവരെ പറ്റി മോശം പറയണമെന്നാണ് നീ പറയുന്നത്. ഉണ്ടോ? അത് കൊള്ളാം. അവർ പറയുന്നുണ്ട്. അവർ നേരത്തെ തന്നെ ഈ ബാലയ്ക്കറിയാവുന്ന കാര്യമാണ്, അവർക്കറിയാവുന്ന സകല മനുഷ്യർക്ക് അറിയാവുന്ന കാര്യമാണ്. അതെല്ലാം കൂടെ വന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങ് വിളമ്പേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ ഞാൻ ഇങ്ങനെയായിരുന്നു, അയാൾ അങ്ങനെയായിരുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരിപ്പോൾ പറയും എന്നാൽ പിന്നെ ഇനി അതാണ് നിർബന്ധം. ഓക്കെ, ഞാൻ ഡിവോഴ്സ്ഡ് ആണ്. അവർ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്. അവർ കല്യാണം കഴിച്ച് മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇമ്മാതിരി ചെറ്റ പരിപാടിയല്ല. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് വാക്ക്, സോറി. ഇമ്മാതിരി മയിര് പണിയല്ല കാണിച്ചത്. മനസ്സിലായോ? உங்க ஹஸ்பண்டோட நீங்க சந்தோஷமா இருங்க. അമ്പടി, நீங்க போனீங்கல்ல. അപ്പൊ നിനക്കറിയാം പോണെങ്കിലല്ല സന്തോഷമായിരി. സന്തോഷമായിട്ട് എങ്ങനെ ഇരിക്കുമെന്നാ പറയുന്നേ? ഇത്രയും പറ്റിക്കലും ഇത്രയും പീഡനവും തട്ടിപ്പും അപമാനവും ഒരു വർഷം ഏതാണ്ട് 1.5 വർഷത്തോളം 2 വർഷം ഏതാണ്ട് ആ കൊച്ചിന് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇവൻ്റെ കൂടെ കെട്ടിയെന്നും പറഞ്ഞുകൊണ്ട് PG ചെയ്യാൻ പറ്റാതെ പോയതിൻ്റെ നഷ്ടപരിഹാരം ആര് കൊടുക്കും? പിന്നെ ഈ 2 കൊല്ലം ഈ ഇവൻ്റെ കൂടെ നടന്ന് ഇത്ര നാണം കെട്ടും നാറിപ്പോയില്ലേ? എല്ലാവരും ചോദിക്കുന്ന ഡോക്ടറായിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഇവനെ കെട്ടിയത്? അതിൻ്റെ കാരണം ഇതാണ്. തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചനം നേടിയിരിക്കുന്ന ഒരു പെൺകുട്ടി തൻ്റേതല്ലാത്ത കാരണത്താൽ
ഒരു ഭാര്യ ഉപേക്ഷിച്ച് മകളെയും കൂടെ കാണിക്കാതാക്കിയ ഒരു 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 സിനിമാടനെ കാണുന്നു, അവനെ ആശ്വസിപ്പിക്കുന്നു, അത് അവൻ വളരെ നല്ല രീതിയിൽ അത് മുതലെടുക്കുന്നു. എന്നിട്ട് ഈ പെങ്കൊച്ചിനെ പറഞ്ഞ് പറ്റിച്ച് കല്യാണം പോലൊരു ചടങ്ങ് നടത്തി അവൾ ഡിവോഴ്സ് ഇവനൊക്കെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ഇവൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട്. അതും എൽസോത്തിന് വേറെ പേടിയുള്ള ഒരു കാര്യം, ഇവൻ ഇൻഫ്ലുവൻസ് കൂടുതലാണെന്ന് അവർ ചിന്തിക്കുന്നതിൻ്റെ കാരണം അതാ. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞിട്ട് വിവാഹം പോലൊരു ചടങ്ങ് നടത്തി പറ്റിച്ചിട്ട് 41ാമത്തെ വയസ്സിൽ ഇവളെ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് ആ വീട്ടുകാരെല്ലാം ചതിച്ചിട്ട് അവളെ വീട്ടിലിട്ട് പീഡിപ്പിച്ചത് നിനക്ക് മനസ്സിലാവുന്നില്ലേ മോളെ? എന്നെ മോളെ, നിനക്ക് എന്താ അത് മനസ്സിലാവാത്ത? നീ ഒരു പെണ്ണല്ലേടി? എതുമേ വേണാൻ പോണീങ്ങല്ലേ? അമ്പടാ, നീ പറയുമ്പോൾ പോണം, നിനക്ക് ഇഷ്ടമുള്ള നീ പറയുമ്പോൾ അങ്ങ് പോവാം കേട്ടോ. ശരി മാഡം, ഞങ്ങൾ അറിഞ്ഞില്ല. അമ്മേ തായേ മன்னிச்சிடுங்க. இப்போ மட்டும் எப்படி 1.5 வருஷம் கழிச்சு வந்து நீங்க பேசுறீங்க? ടൈം കിട്ടിയില്ല, മനസ്സിലായോ? 1.5 വർഷം ബിസി ആയിരുന്നു, കുറച്ച് കളരി ഗരട്ടെ ഗുംഫു ഒക്കെ പഠിക്കാൻ പോയതാ, മനസ്സിലായില്ലേ? ടൈം കിട്ടിയില്ല. ഇപ്പോഴേ സൗകര്യമുള്ളൂ. അത് നീയാണോ തീരുമാനിക്കുന്നത്? അല്ല നിന്റെ മാമയാണോ തീരുമാനിക്കുന്നത് അവരെപ്പോൾ പറയണം, എപ്പോൾ ഇറങ്ങണം, എപ്പോൾ നിൽക്കണമെന്നൊക്കെ? അമ്പടി, നീ അത്രയൊക്കെ ആയോടി? சொல்லுங்க. பாஷா ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. கொஞ்சம் அங்கே பாருங்கண்ணா, நீ எங்கோட்டையிலும் பாருங்கண்ணா. இவ்வளவு நாள் இதை நான் சொல்லக்கூடாது மாமா, நான் இதுக்கு முன்னாடியே நான் சொன்னேன் கல்யாணத்துக்கு മുന്നാടി. അത് വെറുതെ എന്തിനു വെറുതെ ഇതൊക്കെ വിളിച്ച് പറയണം? മാമ അങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഇതിപ്പോൾ പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ലേ മോളെ? അതിന് മുമ്പേ ചുമ്മാ ഇരിക്കുമ്പോൾ മാമ ഇങ്ങനെ നീ ഇങ്ങനെ പറയൂ? അത് പറ. ഉത്സവത്തിനെ പറ്റി എന്തൊരു അപവാദം പറ. നിനക്കുണ്ടോ ഈ അസുഖം? ചുമ്മാ ഇരിക്കുന്ന ഉത്സവത്തിനെ പോയി ചൊറിയാന്ന്. ഇവിടെ കൊള്ളാമല്ലോ. അപ്പോൾ പറയും വേണ്ട മോളു, വേണ്ട കൂക്കു കൂക്കു, നോ അങ്ങനെ ഒന്നും ചെയ്തുവിടാ. ഇവിടെ കോകില ഇല്ല, എനിക്ക് പറയണം, മുൻ ഭാര്യമാരെ പറ്റിയൊക്കെ എനിക്ക് പറയണം എന്ന് കോകില പറയുക. എന്ത് പറയുന്നത്? കല്യാണത്തിന് മുന്നാടി എന്തിന്, എന്ത് കാര്യത്തിന്? അന്നൊന്നും ഉത്സവത്തിന് അക്ഷരം വേണ്ടിയിട്ടില്ല. ഇവിടെ കല്യാണത്തിന് മുമ്പെന്ന് പറയുമ്പോൾ ഉത്സവത്തുള്ള സമയവും ഉത്സവത്ത് പോയി കഴിഞ്ഞിട്ട് വെറും 1 വർഷത്തിന് കഴിഞ്ഞപ്പോഴാണ് എല്ലാം കഴിഞ്ഞ് ഉത്സവത്തിന് ഓൺലൈനിൽ കിടന്ന് ശല്യം ചെയ്തപ്പോഴാണ് അവർ ഒന്ന് സംസാരിച്ച് തുടങ്ങിയത്. അത് 3 ആഴ്ച 4 ആഴ്ച ഉണ്ടാവുള്ളൂ. അതിന് മുമ്പ് എന്തിനു പറയണം? നിനക്ക് ഇവന്റെ സെയിം അസുഖമാണോ? ഈ ബേർഡ്സ് ഓഫ് സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ എന്ന് പറയുന്ന പോലെ പീപ്പിൾ വിത്ത് സെയിം മെന്റൽ ഡിസോർഡർ ഫ്ലോക്ക് ടുഗദർ എന്ന് പറയുന്ന പോലെ ഉണ്ട്. ഇത് എന്തോ ഇത് ഇങ്ങനെ ഈ ഇത്രയും അപവാദം പറച്ചിലൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടായിട്ട് എനിക്കറിയത്തില്ല. നിങ്ങൾ ഈ മാമയും മച്ചാനും ഒക്കെ ആകുമ്പോൾ കുടുംബ പരിപാടിയാണോ ഇത്? ഇതൊരു ഫാമിലി ബിസിനസ് ആണോ? മാമ தான் சொன்னாரு வேண்டாம் போட்டு பாவம். ബാലയുടെ സ്ക്രിപ്റ്റ് ആയിപ്പോയി, അത് പാളും, അത് ഉറപ്പാ. ഒന്ന് ആലോചിച്ച് ഞാനിങ്ങനെ പറയാൻ പോകുമ്പോൾ വേണ്ട മോളെ വേണ്ട, മറ്റേ പിടിക്കത്തില്ല ഇങ്ങനെ ഏതോ സിനിമയിലെ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നൊക്കെ എന്നോട് ഞാനിപ്പോൾ പറയും ഇപ്പോൾ ഉടയ്ക്കും തേങ്ങ, ഞാൻ ഇപ്പോൾ ഉടയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാ ഇവള്. എന്തിന്? ഒരു കാര്യമില്ലാതെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ എന്താ തലയ്ക്ക് വിടുവില്ലേ? അതേ പറഞ്ഞ ഇവിടെ ഇവരുടെ ആ ഒരു ഇത് ശ്രദ്ധിച്ചോ? ഇവർ പറയുന്നതിനകത്ത് ഈ എന്താ പറയണ്ടേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് കാലം തെറ്റി പറയുക. ഇപ്പൊ ശരിയാ, ഇപ്പൊ പറയാൻ പോയപ്പോൾ മാമ വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കറക്റ്റാ. ഇത് ഇമ്മ കല്യാണത്തിന് മുന്നാടിയേ ഞാൻ പറയുവാന്ന് ഉത്സവത്തിനെ പറ്റി അങ്ങ് അപവാദം പറഞ്ഞേക്ക് അറിയാവുന്ന മറ്റേ അവരുടെ ഡിവോഴ്സ് ആണെന്നൊക്കെ പറയാൻ എന്തിനാ പറയുന്നത്? അതിന്റെ ആവശ്യമില്ല. അവരിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ആവശ്യം ഉണ്ടായി അല്ലേ? അതിനല്ലേ ഇപ്പോഴും പറയുന്നേ. ഇപ്പൊ പറയുന്നതിന്റെ കാരണം എന്താണ്? അവരങ്ങനെ പറഞ്ഞപ്പോൾ അവരെ അവമാനിക്കണം, സോഷ്യൽ മീഡിയ നാറ്റിക്കണം, അല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല. വേണ്ട, നല്ല ഇരിക്കട്ടോ. അതായത് കോകില എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ എലിസബത്ത് എന്ന പെൺകുട്ടിയുടെ സ്ഥാനത്തേക്ക് നമ്മൾ നിർത്തുകയാണ്. അവിടെ വെച്ച് എലിസബത്ത് അനുഭവിച്ച സാധനങ്ങളൊക്കെ കോകില അനുഭവിച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്താം. കോകിലയാണ് കല്യാണം കഴിച്ചത്, അത് കഴിഞ്ഞപ്പോൾ എലിസബത്ത് ഇവിടെ ബാലയുടെ ഭാര്യയായിരുന്നു. ഇങ്ങനെ സംസാരിക്കത്തില്ല, കൊച്ചതിന് കാര്യം മനസ്സിലാക്കാൻ കെട്ടാനും പോകുന്നില്ല, ഇങ്ങനെ ഇത്രയും കാണിച്ചാലൊന്നും അവൾ കെട്ടത്തില്ല, അത് ഇവക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ആ കൊച്ചു ഇത്രയും ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ ഒരു പൊണ്ണായിരുന്ന നീ എപ്പിടിയോ എന്തടാ ഇത് ഇപ്പിടിയല്ല പേസറേ, അങ്ങനെയൊക്കെ ചെയ്യാവോ? അങ്ങനെയൊക്കെ ചെയ്താൽ മോക്ക് ഇഷ്ടമാണോ? ഈ ബാല ചെയ്യുന്ന പോലത്തെ പണികളൊക്കെ മോക്ക് ഇഷ്ടമാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ നീ കൊള്ളാം. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തായിരിക്കും അല്ലേ? അയ്യോ, ഇതൊക്കെ ഇങ്ങനെ ഒന്നും പറയാതെ ബാല ഒപ്പിച്ച പല കാര്യങ്ങളും പലർക്കും അറിയാം. അങ്ങനെയൊക്കെയാണോ അവിടെ ഇപ്പോൾ? എന്തൊരു കഷ്ടമല്ലേ? അതൊക്കെ ശരിയല്ല, അതെനിക്ക് മനസ്സിലാവുന്നില്ല. അവർ പറയുന്ന കള്ളത്തരമാണെന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ തന്നെ ഒരു പൊണ്ണായിരുന്ന നീ അപ്പടിയൊന്നും சொல்லக்கூடாது. அப்படி சந்தோஷமா இருக்கட்டும் சொல்லிட்டு அவர் சொன்னாரு. ഓ ഹെല്ലേൽ ഇപ്പൊ കാലേ വാരി നിലത്തടിച്ചേനേക്കാ. എന്നിട്ട് ഇപ്പൊ എന്താ ഇത് പറഞ്ഞിട്ട്? ഇത്രയും വിവരം കെട്ട സാധനം എവിടുന്ന് കൊണ്ടുവന്നാണ്? അവനൊരു കാര്യം മനസ്സിലായി,
സ്വല്പം വിവരം വിദ്യാഭ്യാസമുള്ള ആരും ഇവൻ്റെ കൂടെ നിൽക്കത്തില്ലെന്ന് മനസ്സിലായി. അപ്പോൾ കണ്ടുപിടിച്ചാണിത്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഡോക്ടറെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ രീതിയിൽ അവനൊന്ന് ശ്രമിച്ചു. ഇപ്പോൾ അവന് കറക്റ്റായിട്ട് മനസ്സിലായി ഒരു തീരെ ബോധമില്ലാത്ത ആൾ വേണമെന്ന്. കാരണം ഇതേപോലത്തെ മണ്ടത്തിലൊക്കെ പറയാൻ വിളിച്ച് പറയാനും ഇങ്ങനെ അടിക്കാനും മാമ സൂപ്പറടാ എന്നൊക്കെ പറയാൻ ഇനി ആരുണ്ടടാ കേരളത്തിലില്ല. അതുകൊണ്ട് തമിഴ്നാട്ടിൽ പോയി കാര്യം ഇതേപോലെ ഈ കൊച്ചിന് എന്തോ ഇതിനെ പണ്ട് ഇവൻ എടുത്തു വളർത്തിയാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. പണ്ടൊക്കെ എൽസൂത്തിനടുത്തൊക്കെ പറയുന്നത് ഇവള് എന്തുകൊണ്ട് ഇവൻ അഡോപ്റ്റ് ചെയ്താണോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞുകൊണ്ട്. അത് ഈ അമൃതയ്ക്ക് അറിയായിരിക്കും. അമൃതയുടെയും ഇവൻ്റെയും ഈ കോകിലയുടെയും കൂടെ ഒരു ഫോട്ടോ ഉണ്ട്. അതിനകത്ത് കോകില ഇവിടെ മോളെ പ്രായമേ ഉള്ളൂ, മനസ്സിലായോ? ഒരു കൊച്ചു കുഞ്ഞ് അതിനെ എടുത്തു വളർത്തിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് എൽസൂത്തിന് അറിയാവുന്നത് ഈ കോകിലെ പറ്റി. പിന്നെ കേൾക്കുന്നത് അത് മാമാ പൊണ്ണാന്ന്. അവളെല്ലാം കള്ളത്തിൽ പറഞ്ഞേക്കുന്നത്, ഇവളെ പറ്റി വരെ കള്ളത്തിലാണ് പറഞ്ഞേക്കുന്നത് പുറത്തൊക്കെ. അത് അവൾ അറിഞ്ഞോ ഇല്ലയോ എന്തോ എന്ന് അറിഞ്ഞോ കേട്ടോ. എന്നിട്ട് എടുത്തു വളർത്തിയ കൊച്ചിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതാണെന്ന് നമ്മൾ പലരും ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അല്ലാതെ മാമയാണോ അമ്മായിയാണോ എന്ന് അറിഞ്ഞില്ല. ஆனா நீங்க வந்து இவ்ளோ கீழ்த்தனமா நீங்க பண்றீங்க. ஐயோ கீழ்த்தரமா பண்றீங்களே அல்ல, ஒருத்தன் அவளோ கீழ்த்தரமா பண்ணியிருக்கேன். அதெல்லாமே கீழ்த்தரமா பண்ணிட்டு கொஞ்சம் பிரச்சனத்தில் இருக்கிற ஒரு பெண்ணு வந்து பேசியிருக்கேன். നിന്റെ മാമ പെരിയ കീഴ്ത്തരമായി പണിയ ചില കാര്യങ്ങൾ ആ ഇങ്ങനെ കീഴ്ത്തരത്തിൽ പെട്ടുപോയാ, മനസ്സിലായോ? അവർ പറയുന്നതാ, അല്ലാതെ അവരാരും ചെയ്തെന്നല്ല. ഇതൊക്കെ മലയാളം അറിയാത്തതിൻ്റെ കുഴപ്പം വല്ലതും ആണോ? ഈ മറ്റേ സിനിമ ഈ ജഗതി മറ്റേ തമിഴ് പഠിക്കുന്ന പോലെ അതിൽ മലയാളം പുസ്തകം കൊണ്ട് കൊടുത്തിട്ട് വേലക്കാരി ആണെങ്കിലും നീ മോഹവല്ലേ എന്ന് പറയുന്ന വല്ലതും പഠിപ്പിച്ചാലോ? മലയാളം പഠിപ്പിക്കേണ്ടി വരും തോന്നി. ഇവള് വേറെന്തോ വിചാരിച്ചേക്കുന്നത്. അല്ല, നിന്റെ മാമയില്ലേ, മാമ അവര് ഒരുപാട് കീഴ്ത്തരമാ பண்ணியாச்சு. அந்த பண்ணியது எந்தெல்லாம் എന്ന് அந்த பொண்ணுங்கள് பேசுது மட்டும் பேசுது மட்டும்தான். அதெல்லாம் அவன் பண்ணிய விஷயங்களை தெரியுமா? உனக்கு தெரியாதுன்னு நினைக்கிறேன். ஏமாத்தி இருக்கு, முன்னாடி வந்த பெண்ணுங்களை ஏமாத்தி இப்படியெல்லாம் நிறுத்தி ஓரோ வீடியோ எடுத்திருக்கு. நின்னையும் ஏமாத்தி എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിக்குது. இதுல எவ்வளவு உண்மை எவ்வளவு பொய் இருக்குன்னு எனக்கு நல்லாவே தெரியும். நல்லா தெரியும்னு മനസ്സിലായി. ഇനിയും കുറെ തെരിയാൻ ഇരിക്കുത്, മനസ്സിലായോ? ഇനി നീ ശരിക്ക് തെരിയും, വലിയ താമസമില്ലാതെ തെരിയും. നിനക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ കുറേ ആൾക്കാർ പറഞ്ഞുതരും. മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തമിഴിലൊക്കെ കമൻസ് ഒക്കെ വായിക്കടേ. ഇങ്ങനെ ഇവൻ പറയുന്നത് മാത്രം കേട്ടോണ്ടിരുന്നാലേ പൊട്ടനായി പോവും. ഒരു മാർവലസ് മൈരൻ കേട്ടിട്ടുണ്ടോ? പുതിയ സാധനം മാർവലസ് മൈരൻ. ആരുടെ അത് ഈ മാർവലസ് മൈരൻ? മാർവൽ കോമിക്സിനകത്തൊക്കെ ഉള്ള വല്ല മൈരനാണോ മാർവലസ് മൈരൻ? சோ எப்படி இந்த மாதிரிலாம் உங்களால பேச முடியுதுன்னு எனக்கு தெரியல. എന്തൊരു പാവല്ലേ കോകില, എപ്പടിയൊക്കെ ഇങ്ങനെയൊക്കെ പേസുവെന്ന് தெரியாது. കൂടെ താമസിക്കുന്നവൻ എപ്പടി ഇങ്ങനെയെല്ലാം പണ്ണുവെന്ന് தெரியாது. പേസുന്നതാണ് പ്രശ്നം. നീ മലയാളികളെ പോലാണല്ലോ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ കേട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം. ഈ പറഞ്ഞ പെണ്ണുങ്ങളെ പിടിപ്പിച്ചാലും കുഴപ്പമില്ല, കഥയെ മുട്ടുന്നതിന് കുഴപ്പമില്ല, കാസ്റ്റിംഗ് കൗച്ചിന് കുഴപ്പമില്ല. ചെകുത്താൻ എന്ന് പറഞ്ഞ യൂട്യൂബിനകത്ത് മൈരുന്ന് കേട്ടപ്പോൾ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് റെഗുലേറ്റഡ് ഫ്രീഡം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വന്നാണ്. അതുപോലെ ഉണ്ട് ഇത്. ഇവൻ കാണിച്ചു കൂട്ടിയ തോന്നിവാസവും പോക്കൃത്തരവും തെണ്ടിത്തരവും ഒരു കുഴപ്പമില്ല. ഇത് പറയുന്നതാണ് അവർക്ക് കുഴപ്പം. സ്കൂളിൽ പോകാത്തതിൻ്റെ മാത്രമല്ല കുഴപ്പം. മറ്റേ സിനിമയ്ക്കകത്ത് മറ്റേ മിന്നാരത്തിൽ ശങ്കരാടി പറയുന്ന ഡയലോഗുണ്ട് മണിയമ്പിള്ള രാജുവിനോട്, നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ്. അത് തന്നെ നിന്നോടും പറയാനുള്ളൂ. அதே மாதிரி நீங்க வந்து 15 வருஷமா மெடிசன் சாப்பிடுறீங்க. പിന്നെ ബാലയുടെ ഐഡിയ 15 വർഷമായിട്ട് മെഡിസിൻ സാപ്പിടുന്നത് എന്താണെന്നും കോകിലൊക്കെ അറിയത്തില്ല. അത് പറഞ്ഞു കൊടുത്തത് ബാലയാണ്. അപ്പോൾ ഇത് കേട്ട് വിശ്വസിച്ചിട്ടാണോ അതോ നമുക്ക് രണ്ടർക്ക് ഇങ്ങനെ ഒരു കള്ളം പറയാം എന്ന് പറഞ്ഞാണെങ്കിലും വേറൊരാൾ എന്തിൻ്റെ മെഡിസിൻ കഴിച്ചാലും ഈ രോഗവിവരങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞ് ഇമാതിരി സാധനം ഒരാൾക്കെതിരെ ആവശ്യമില്ലാതെ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഓരോ കേസ് കൂട്ടുവാണല്ലോ ഇവിടെ. അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. അഡ്വക്കേറ്റൊന്നും ചോദിച്ചില്ല. അഡ്വക്കേറ്റ് വീട്ടിൽ ഇരിപ്പുണ്ടോ? അപ്പുറത്തിരിപ്പുണ്ടാവും. ആരാണേലും അതൊന്നും ചോദിച്ചില്ല. അങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരാൾ അവൻ്റെ മരുന്ന് കഴിക്കുന്ന മറ്റേതാക്കുന്ന എന്ത് മരുന്ന? അവർ പറയുന്ന ഡിപ്രഷനും എന്തോ മാനസിക പ്രശ്നമുള്ള നിനക്കും വരും ഇത് കുറച്ച് കഴിയുമ്പോൾ. ഇവൻ്റെ കൂടെ താമസിച്ചാൽ പട്ടിക്ക് പേ പിടിക്കും, ആനയ്ക്ക് മതമിളകും, കാക്ക തൂറും, തലേ തന്നെ തൂറി ശീലിക്കും പിന്നെ കാക്ക, അല്ലേ? മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ളവന്മാരുടെ ജീവിച്ച് കഴിഞ്ഞാൽ ചിലരൊക്കെ ആത്മഹത്യ ചെയ്യാറുണ്ട്, പലരും ഡിപ്രഷനിൽ പോകാറുണ്ട്. സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യം കൊടുത്ത് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള നശിച്ചവന്മാർ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് ഇവിടെ പെണ്ണുങ്ങളൊക്കെ രക്ഷപ്പെടുന്നത്. അതൊന്നും നിനക്ക് അറിയത്തില്ല. നിനക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ്. 15 வருஷமா ഇത് നിങ്ങൾ ഫസ്റ്റ് എല്ലാവർക്കും சொல்லுங்களேன்.
എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. 15 വർഷമായിട്ട് എന്തെങ്കിലും മെഡിസിൻ കഴിച്ചാൽ ഞാനിപ്പോൾ ഒരു 8 വർഷമോ അല്ല 8 വർഷമായിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ട്. അതിനു മുമ്പും മെഡിസിൻ കഴിച്ചിട്ടുണ്ട്, പല ടൈപ്പ് മെഡിസിൻ കഴിക്കാറുണ്ട്. അതൊക്കെ ഇതിനെ പുറത്ത് പറയുന്നത്. അതല്ല എങ്ങനെ വന്ന് യൂട്യൂബിലൊക്കെ വീഡിയോ ഇടണോ മെഡിസിൻ കഴിക്കും, ഞാൻ മെഡിസിൻ കഴിക്കുന്നതാണ്. അതിന് ഞങ്ങൾ എന്നാ വേണം? ആൾ മെഡിസിൻ എന്ത് മെഡിസിൻ കഴിച്ചാലും അതൊന്നും ഇവിടെ പ്രശ്നമല്ല. നിന്റെ ആ കൂടെ നടക്കുന്ന മാമയ്ക്ക് കുറച്ച് മെഡിസിൻ മേടിച്ച് കൊടുത്ത് കഴിപ്പിക്കാവോ? ഇവൻ്റെ അസുഖം മാറട്ടെ, ഇവനെന്തോ കുഴപ്പമുണ്ട്, അതിനാദ്യം ചികിത്സിക്കാൻ പറ. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ മെഡിസിൻ കഴിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഡോക്ടറെ കാണണോ, ഇവരാണ് ആവശ്യം. മനസ്സിലായോ? വെളിയിലില്ലാത്ത തോക്കൊക്കെ എടുത്ത് വന്ന് കയറിയേക്കോ, അതിനൊക്കെ എന്ത് മെഡിസിൻ കൊടുക്കുവാവോ എനിക്കറിയത്തില്ല. മെഡിസിൻ്റെ ആവശ്യമുള്ളൊരു പരിപാടി തന്നെയാണ് നടത്തിയത്. ആ രോഗാവസ്ഥ ഒരു വല്ലാത്ത രോഗാവസ്ഥയാണ്. കാണിച്ചു കൊടുത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവന് മെഡിസിൻ പോരാ, ഷോക്ക് കൊടുക്കണ്ടതാ. എന്നിട്ട് വന്നേക്കോ വേറെ എൽസോത്ത് മെഡിസിൻ കഴിക്കുമായിരുന്നു. എൽസോത്തിന് എന്തോ ഭയങ്കര മാനസിക പ്രശ്നമുണ്ടെന്ന്. ആരോടാ ഈ പറയുന്നത്? ഇതിനൊക്കെ ചുമ്മാ കൊണ്ടിരുത്തി 5 മിനിറ്റ് സംസാരിച്ചാൽ മനസ്സിലാവും. മനസ്സിലായോ ആർക്കാ കുഴപ്പമെന്ന്? എല്ലാവർക്കും തെരിയുന്നത് என்னன்னா എന്തൊക്കെ മെഡിസിൻ കഴിച്ചാലും ഇല്ലെങ്കിലും എലിസബത്ത് ഡോക്ടറാണ്, അതുപോലെ തന്നെ ഒരു PG സ്റ്റുഡൻ്റാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നു, ജോലിയും ചെയ്യുന്നു. മെഡിസിൻ ഒന്നും കഴിക്കാത്ത നീ നിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ഒന്ന് പറഞ്ഞൊന്ന് കേൾക്കട്ടെ. എത്രാം ക്ലാസ് വരെ പഠിച്ചു? മെഡിസിൻ ഒന്നും കഴിച്ചിട്ടില്ല. നിൻ്റെ മാമാവ് മെഡിസിൻ ഒന്നും കഴിച്ചിട്ടില്ല. 12ാം ക്ലാസ്സും ഗുസ്തിയും കള്ള PhDയും എങ്ങാണ്ടൊന്ന് കള്ള സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി വന്നേക്കുന്ന വിവരദോഷി, വിദ്യാഭ്യാസം ഇല്ലാത്തവൻ തന്നെ. അതവൻ്റെ വർത്താനം കേട്ടാൽ അറിയാം. വന്നേക്ക് എന്നിട്ട് പറയാം എൽസബത്ത് മരുന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നിൻ്റെ കെട്ടൊരു മരുന്ന് മേടിച്ചു കൊടുക്കുക, അവൻ വല്ലതും പഠിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വെളിവ് വരട്ടെ. നീ എന്താ നേരത്തെ മരുന്ന് കഴിക്കാൻ? നിനക്കും വേണേൽ കുറച്ച് വല്ല MBBS MD ഒക്കെ ആകരുതെന്നോ? എന്തൊക്കെ വിവരക്കേടാ പറഞ്ഞത്. എൻട്രൻസ് എഴുതി ഒരു കൊച്ച് പഠിക്കാൻ പോയി, ഇവൻ്റെ കൂടെ താമസിച്ചുകൊണ്ട് മാത്രം അതിന് PG ചെയ്യാൻ പറ്റാതെ പോയത്. അതിനെ മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിച്ചത് മാത്രമല്ല, ഈ പറഞ്ഞ അതിൻ്റെ കരിയറിനെ വരെ നശിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പഠിപ്പിക്കാൻ അനുവദിക്കാതെ പിടിച്ചു വെച്ചെന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അതേ സംഭവിച്ചിട്ടുള്ളൂ. കൊള്ളാവുന്ന ഒരാളാണ് ഉറപ്പായിട്ടും അതിന് വിട്ടേനെ. അതിന് ഇവൻ്റെ പൈസ പോലും ഒക്കെ വേണ്ട. ഇതൊന്നും അറിയാത്തവരുടെ അടുത്ത് ചെന്ന് എന്തൊക്കെയോ പൊട്ടത്ത് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങ് വലിയൊരു വിശ്വസിക്കണം. എന്തൊരു കിഴങ്ങത്തരായി പറയുന്നത്. അങ്ങനെ നീ മേടിച്ച് കുറച്ചുകൂടെ മെഡിസിൻ കഴിച്ചിട്ട് പോയി പഠിക്കും. എലിസബത്ത് ചേച്ചിനാ ഒരു ഡോക്ടർ. എലിസബത്ത് ചേച്ചിയല്ല, എലിസബത്ത് അമ്മ. നിന്റെ അമ്മയുടെ പ്രായമുണ്ട് എലിസബത്തിന്, കേട്ടോ? അമ്മയെന്ന് വിളിച്ചാൽ മതി, അല്ല ആൻറ്റിന്ന് വിളിക്കും. ഓ അതെങ്ങനാ? അപ്പോൾ അങ്കിളേന്ന് വിളിക്കേണ്ടി വരുമായിരിക്കും ബാലേനെ. കാരണം ബാല എലിസബത്തിനേക്കാളും 12 വയസ്സ് മൂത്തതാ. ഇവളേക്കാൾ എത്ര വയസ്സ് മൂത്താ? 30 പ്രശ്നമല്ലെങ്കിൽ പോയി വിളിക്കുമ്പോൾ ഇതൊക്കെ വേണ്ടേ അല്ലേ? ഇവിടെ വീട്ടിൽ ഇവിടെ അപ്പനൊക്കെ എത്ര വയസ്സുണ്ടോ ആർക്കറിയാം. എന്തെങ്കിലും ആട്ടെ, അവരുടെ വീട്ടിൽ അങ്കിൾമാരെന്നൊക്കെ പറഞ്ഞു വരത്തില്ല. അവരെയൊക്കെ ഇവരെന്താണ് വിളിക്കുന്നത്? മാമാന്ന് വിളിക്കുമോ? ആ ശരിയാണല്ലോ പറഞ്ഞത്. അവിടെ മാമാ പൊണ്ണൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇവൻ ഈ നമ്പർ ഇറക്കിയേക്കുന്നത്. ഇവരുടെ ബന്ധം എന്താണെന്നുള്ളത് ഒന്ന് കറക്റ്റായിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വഴി ഇവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്ക്. ഈ മാമയുടെ ഫാമിലി ആ ഒരു സാധനം ഉണ്ടല്ലോ, ഇവരെ എങ്ങനെയാണ് ഈ ഫാമിലി തമ്മിലുള്ള ആ ബന്ധം? അല്ലെ പിന്നെ ഇവനെന്തിനാ എടുത്തു വളർത്തിയാന്നൊക്കെ പറയുന്നത് ഈ എലിസബത്തിനോടൊക്കെ? ഇവളെ എടുത്തു വളർത്തിയാന്നാണ് പറഞ്ഞേക്കുന്നത്. നിന്നോട് ഇപ്പോൾ പറഞ്ഞ പോലെ എലിസബത്തിനോട് പറഞ്ഞപ്പോൾ എലിസബത്ത് വിശ്വസിച്ച കാര്യങ്ങൾ അതൊക്കെയാണ്. നിന്നോട് ഇപ്പോൾ ചില കള്ളത്തരൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ നീ വിശ്വസിച്ചില്ലേ? എലിസബത്ത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 15 വർഷമായിട്ട്. അന്ന് നീ കുഞ്ഞല്ലേ? 15 വർഷം മുമ്പ് നിനക്ക് എത്ര വയസ്സുണ്ട്? 9 വയസ്സോ? ആ അതൊക്കെ നീ അന്ന് മനസ്സിലാക്കിയ കാര്യമല്ലല്ലോ. അതുപോലെ എലിസബത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ നിന്നെ പറ്റി ഇതൊക്കെയാണ്. அவங்க வந்து நல்லா இருப்பாங்க, പറ സൗദ, பாவமானவங்க, അമ്പടി. அது மாதிரி தான் நீங்க நினைக்கிறீங்க. ഇത് ഏതാ ബ്രാൻഡ് എന്നാ പിടികിട്ടാതെ? എന്ത് തോന്നുന്നു? ஆனா அவங்க உள்ள வந்து என்ன இருக்குன்னு உங்களுக்கு தெரியவே தெரியாது. ഉള്ള എവിടെയുള്ള ഉള്ള എന്നു உங்களுக்கு தெரியவே தெரியாது. ഇനി നമ്മൾ ഉള്ള നോക്കാൻ പോണമായിരിക്കും. നമുക്കങ്ങനെ ഉള്ളയൊന്നും അറിയണ്ടേ ഇതിൻ്റെ? മനസ്സിലായോ? ഇവിടെ അങ്ങനെ ഉള്ളയിലോട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ അവർ പുറത്തൊക്കെ നടന്ന നിന്റെ മാമ ചെയ്ത കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അതിൻ്റെ ഉള്ള എന്തെങ്കിലും ഇരുന്നാലും നിന്റെ മാമയ്ക്ക് ഇത് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഇനി ഉള്ളവളാണേലും ഇല്ലാത്തവളാണേലും ഉള്ള ഇല്ലാത്തവളാണെങ്കിലും നിന്റെ മാമ ഇപ്പടിയൊന്നും പണ്ണക്കൂടാതെ. എപ്പടി തിരിഞ്ഞിരിക്ക അവൻ ഉള്ളയിലോട്ട് പോണോ നോക്ക്. അവിടെ ഒരു ഉള്ള എണ്ണ ഇറക്കുന്ന உங்களுக்கு தெரியுதே தெரியாது. അതൊന്നും ഇവിടെ തിരിയേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? ഉള്ള ഉണ്ടെങ്കിലും ഉള്ള ഇല്ലെങ്കിലും ഇനി ഉള്ളെങ്കിലും അതിവിടെ അറിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ, ഒന്നും വിചാരിക്കരുതേ.
അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഒക്കെ ഒരു അവിടെ ചെന്ന് വല്ല മറ്റേ കറി വല്ലതും ഉണ്ടാക്കി അവൻ്റെ വായിലോട്ട് ഉരുട്ടി വെച്ച് കൊടുക്കുക, അതിനൊക്കെ ഉള്ളതുള്ളൂ. அதே மாதிரி அவங்க லைஃப்ல என்ன நடக்குதுன்னு உங்களுக்கு தெரியாது. എന്തൊക്കെ മെഡിസിൻ കഴിച്ചാലും ഇല്ലെങ്കിലും എലിസബത്ത് ഡോക്ടറാണ്, അതുപോലെ തന്നെ ഒരു PG സ്റ്റുഡൻ്റാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നു, ജോലിയും ചെയ്യുന്നു. മെഡിസിൻ ഒന്നും കഴിക്കാത്ത നീ നിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ഒന്ന് പറഞ്ഞൊന്ന് കേൾക്കട്ടെ. എത്രാം ക്ലാസ് വരെ പഠിച്ചു? മെഡിസിൻ ഒന്നും കഴിച്ചിട്ടില്ല. നിൻ്റെ മാമാവ് മെഡിസിൻ ഒന്നും കഴിച്ചിട്ടില്ല. 12ാം ക്ലാസ്സും ഗുസ്തിയും കള്ള PhDയും എങ്ങാണ്ടൊന്ന് കള്ള സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി വന്നേക്കുന്ന വിവരദോഷി, വിദ്യാഭ്യാസം ഇല്ലാത്തവൻ തന്നെ. അതവൻ്റെ വർത്താനം കേട്ടാൽ അറിയാം. വന്നേക്ക് എന്നിട്ട് പറയാം എലിസബത്ത് മരുന്ന്, അങ്ങനെ ഉണ്ടെങ്കിൽ നിൻ്റെ കെട്ടൊരു മരുന്ന് മേടിച്ചു കൊടുക്കുക, അവൻ വല്ലതും പഠിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ വെളിവ് വരട്ടെ. നീ എന്താ നേരത്തെ മരുന്ന് കഴിക്കാൻ? നിനക്കും വേണേൽ കുറച്ച് വല്ല MBBS MD ഒക്കെ ആകരുതെന്നോ? എന്തൊക്കെ വിവരക്കേടാ പറഞ്ഞത്. എൻട്രൻസ് എഴുതി ഒരു കൊച്ച് പഠിക്കാൻ പോയി, ഇവൻ്റെ കൂടെ താമസിച്ചുകൊണ്ട് മാത്രം അതിന് PG ചെയ്യാൻ പറ്റാതെ പോയത്. അതിനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചത് മാത്രമല്ല, ഈ പറഞ്ഞ അതിൻ്റെ കരിയറിനെ വരെ നശിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പഠിപ്പിക്കാൻ അനുവദിക്കാതെ പിടിച്ചു വെച്ചെന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അതേ സംഭവിച്ചിട്ടുള്ളൂ. കൊള്ളാവുന്ന ഒരാളാണ് ഉറപ്പായിട്ടും അതിന് വിട്ടേനെ. അതിന് ഇവൻ്റെ പൈസ പോലും ഒക്കെ വേണ്ട. ഇതൊന്നും അറിയാത്തവരുടെ അടുത്ത് ചെന്ന് എന്തൊക്കെയോ പൊട്ടത്ത് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങ് വലിയൊരു വിശ്വസിക്കണം. എന്തൊരു കിഴങ്ങത്തരേ പറയുന്നത്. അങ്ങനെ നീ മേടിച്ച് കുറച്ചുകൂടെ മെഡിസിൻ കഴിച്ചിട്ട് പോയി പഠിക്കും. தெரியாம நீங்க பாட்டுன்னு வந்து இது அது அது இதுன்னு சொல்லி பேசிட்டு இருக்கீங்க. என்ன சொல்றதுன்னு எனக்கு தெரியல. இதெல்லாம் അത് മനസ്സിലായി. എന്നാ சொல்லணும்னு உனக்கு தெரியாது. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. இதெல்லாம் பார்க்கும்போது எனக்கு ரொம்ப கஷ்டமா இருக்கு. ഇതൊക്കെ പാക്കുമ്പോൾ ரொம்ப കഷ്ടമാ ഇருக்கு. അതായത് നിന്റെ മാമ ആ പെണ്ണുങ്ങളെ ഇട്ട് പീഡിപ്പിച്ചതിനെ പറ്റിയൊക്കെ അവർ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ കഷ്ടമായിருக்கு. എന്ത് കഷ്ടമായിരിക്കുന്നത്? ആ പെങ്കൊച്ചത്ര ബുദ്ധിമുട്ടിയത് ഭയങ്കര കേട്ടപ്പോൾ ഒന്ന് വിഷമം വന്നെന്നല്ല ഇവള് പറയുന്നത്. ഇവള് പറയുന്നത് അവരൊക്കെ പറയുന്നത് കള്ളത്തരമാണ്. അവർ മുന്നേ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അതാണോ കഷ്ടമായി പോയത്? ഇനി കല്യാണം കഴിച്ചിട്ടില്ലാത്തൊരു പെണ്ണായിരുന്നെങ്കിൽ ഒരു അതെന്താവുക ഇങ്ങനെ ഇവൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇവൻ അപ്പം അമൃതയുടെ കേസ് എന്തുവാ? ഇനി വേറെ ഇപ്പം നിന്റെ കാര്യം തന്നെ എടുക്കാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ മോങ്ങി നടക്കാനുള്ള ഇതുവഴി അമ്മ മന്നിച്ചിടുങ്ക തപ്പ് പണിയാച്ച് എന്തൊക്കെയായിരിക്കും പറയാൻ പോകുന്നത്? ആവോ ഇങ്ങനെ ഇടിക്കുമായിരിക്കും. நாங்க வாழணும்னு நீங்க நினைக்கிறீங்கன்னா ഇതൊരു ഭീഷണിയാണല്ലോ കൊച്ചേ, അല്ലേ? എങ്ങനെ വാഴണം നിരക്കണങ്ങളിൽ ഏത് തരത്തിലുള്ള ഒരു ഭീഷണിയാ? ജീവനോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നീയോ ഞാനോ ആരും ആയിക്കോട്ടെ, தயவு செஞ்சு எங்களை வாழ விடுங்க. ഓ നിനക്ക് മാത്രം അങ്ങ് വാഴുന്നാ മതിയല്ലേ? നിനക്ക് നിന്റെ മാമാവൾക്കും അങ്ങ് വാഴണം. കൊള്ളാമല്ലോ, നിന്റെ മാമയാണ് സൂപ്പർ. നീ വാഴുന്നതും വാഴാത്തതൊക്കെ ഇപ്പൊ ഇതുവരെ അത് ഒന്നും സംസാരിക്കാറായിട്ടില്ല. അതിനുള്ള സമയമാകുമ്പോൾ നമുക്ക് സംസാരിക്കാം. നിന്റെ മാമ ഇങ്ങനെ വാഴാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അതൊരു മാതിരി വല്ലാത്ത വാഴലായിപ്പോയി. ഒരു വാഴ വന്നേക്കോ, വാഴ ഇതുപോലെ വാഴുന്ന ഇങ്ങനെ പോയാലേ ശരിയാകത്തില്ല. ഓൾറെഡി കഴിഞ്ഞതൊക്കെ നശിപ്പിക്കാന്നൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. വാഴട്ടെന്ന് അവരെങ്കോ വലിയ തടസ്സമായിപ്പോയി. ഇതിപ്പോൾ ഒന്നുമില്ല. എൽസത്ത് പറയാൻ തുടങ്ങിയിട്ട് 3 ആഴ്ചയുള്ളൂ. പറയാൻ തുടങ്ങിയിട്ടായ 3 ആഴ്ച 4 ആഴ്ചയുള്ളൂ. അപ്പോഴത്തേക്കിന് ഇവർക്ക് വാഴ മുടിയാതെ. എത്രയോ വർഷങ്ങളായിട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നവരെ ഇവരൊക്കെ. അവരിത്ര നാളും വാഴുന്നില്ലേ? അപ്പം നിന്റെ മാമ കുറച്ച് നാളൊന്ന് ബുദ്ധിമുട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി കൂടുതൽ ബുദ്ധിമുട്ടും. അത് കൊള്ളാം. இல்லைன்னா நீங்க என்ன பண்ணுமோ அது பண்ணுங்க, நாங்களும் என்ன பண்ணுமோ நாங்கள் அது பார்த்துக்கிறோம். जीना यहाँ मरना यहाँ इसके सिवा जाना कहाँ, जी जाए जब हमको आवाज दे हम है यही हम है वही, जीना यहाँ मरना यहाँ इसके सिवा जाना कहाँ. ബാക്കി എങ്ങനെ അറിയത്തില്ല. ബാക്കി അറിയത്തില്ലേ? എനിക്ക് ബാക്കി അറിയത്തില്ലേ? எல்லாத்துக்குமே எங்க கிட்ட ப்ரூஃப் இருக்கு. பட் இப்போ மாமா வந்து எதுவுமே போக கூடாது, எந்த விஷயத்துலயும் வேண்டாம். അമ്പടി, നീ മാമ പറഞ്ഞിട്ടും കേൾക്കാതെ വന്നതല്ലേ വീഡിയോ ഇടുന്നേ? നീ കൊള്ളാലോടി. ഇപ്പോഴും മാമ പറഞ്ഞതേ ഉള്ളെന്ന് വേണ. എന്നാൽ അങ്ങനെയൊന്നും അക്ക് പറ്റുന്നില്ല. വേണം എന്നിട്ട് ഇറങ്ങി വന്നിരിക്കുക. മാമ പറയുന്നതൊക്കെ അനുസരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്.
മാമ പറഞ്ഞാലൊന്നും നീ കേൾക്കത്തില്ലല്ലേ? മാമ കാല് പിടിച്ച് പറഞ്ഞതാണ്. പക്ഷേ സമ്മതിച്ചിരിക്കുന്നു. ഈ ഐഡിയ ഇങ്ങനെ തെറ്റുന്ന ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ധാരണയില്ലല്ലേ എന്തോ പറയുന്നേ, എന്തോ ചെയ്യുന്നേ. മാമ പറഞ്ഞിട്ടൊന്നും കേൾക്കത്തൊന്നുമില്ല. അതൊന്നും ഞാൻ കേൾക്കത്തില്ല. അതൊന്നും പറഞ്ഞാൽ പറഞ്ഞത് എനിക്ക് ഞാനെന്ന് പറയും. ഇപ്പോൾ ഉടയ്ക്കുന്നത് സ്വാമി, ഇപ്പോൾ ഉടയ്ക്കും. ഉടച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ആയി, ഒന്നുമില്ല. കുറേ പേര് ഇങ്ങനെ ചെയ്യത്തി നല്ലറി, അത്രയേ ഉള്ളൂ. ഒരുത്തന്നെ തല കൊട്ടി തെറിക്കത്തില്ല. போட்டும் அப்படி சொல்லிட்டு தான் மாமா விடுறாரு. പോട്ടു എന്ന് ചൊല്ലിട്ട് മാമ വിടറാറ്. എന്നിട്ട് മാമ ക്യാമറയും പിടിച്ചിരുന്ന് ഇവള് പറയുന്നത് ഷൂട്ട് ചെയ്യാറ്. സൂപ്പർ മാമ. ഇനിയുണ്ടോ ഇങ്ങനെയുള്ള മാമമാര് നിങ്ങളുടെ വീട്ടിൽ? എന്തൊക്കെ കളികളാണ് കാണണ്ടേ ഇവിടെ. ഒരു എനിക്ക് മനസ്സിലാക്കാതല്ല, ഇവർക്ക് പറയുന്നത് കേട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെയൊന്നും ഇത് മനസ്സിലാകാത്ത ആൾക്കാരുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. മാമ ക്യാമറയും പിടിച്ചോണ്ടിരിക്കുക, സ്ക്രിപ്റ്റൊക്കെ എഴുതി കൊടുത്തേക്ക്, നോട്ട്ബുക്കൊക്കെ ഇവിടെ ഇരിക്കുക, പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുത്തിട്ട് പറയാം വിടറാറെന്ന് പറഞ്ഞു മാമ. എന്നിട്ട് മാമ ഷൂട്ട് ചെയ്ത് മാമയുടെ പേജിലോട്ട് അപ്ലോഡ് ചെയ്തേക്കുക. ഓ പൊട്ടനാ നീ, പൊട്ടനല്ലടാ, മുഴു പൊട്ടൻ. അതിനും വലിയൊരു പൊട്ടി എന്നേ പറയാൻ പറ്റും. ഇതൊക്കെ എന്ത് തരം പൊട്ടത്തരവാ? ബുദ്ധി എന്ന് പറഞ്ഞൊരു സ്വല്പം ഉണ്ട് ഈ ഡയലോഗ് വരത്തില്ല. ഇവനാണോ സിനിമ എടുക്കാൻ പോയത്? കുട്ടികൾക്കുള്ള ചലച്ചിത്രമുണ്ട്, മുതിർന്നവർക്കൊരു ചലച്ചിത്രം ഉണ്ടെന്നൊക്കെ പറയുന്നത് പൊട്ടന്മാർക്കുള്ള ചലച്ചിത്രമാണ് എടുക്കാൻ പോയത്. എന്തൊരു സിനിമയായിരിക്കും ഇത്രയും ചെറിയൊരു കാര്യത്തിൽ ഇത്രയും പാളിച്ച വരുന്ന സ്ക്രിപ്റ്റ് എഴുതിയവനെ എന്തോ ചെയ്യണ്ടേ? മാമ അപ്പടി വിടറാറ് സൊല്ലാറ്, എന്നാ ക്യാമറ പിടിച്ചിട്ട് ഇറക്കാറ്, സ്ക്രിപ്റ്റ് എഴുതി തറാറ്, 15 വർഷം മുന്നാടിയെ മെഡിസിൻ കഴിച്ച കാര്യം പറയാറ്. പോടേ. அதனால நான் என்ன சொல்றேன்னு எனக்கு தெரியல. நீங்க வந்து ரெஜிஸ்டர் பண்ண மேரேஜோட എന്തൊരു വെറുപ്പീരടാ ഈ സാധനം. കൊണ്ട് കളയടേ. എവിടുന്ന് കൊണ്ടുവന്നടാ അതിനെ? കൊണ്ട് ഊരക്കള എവിടെയെങ്കിലും ഓരോ പേപ്പർ രജിസ്റ്റർ പണിയ പേപ്പർ കൊണ്ടൊക്കെ വരുന്നു. മതി, നിർത്തി. ഇതിൽ കൂടെ ഒന്നും കാണാൻ വയ്യ. ഈ പൊട്ടത്തരമൊക്കെ എത്ര നേരം കാണുന്നത്? ഇനി അടുത്ത മണ്ടത്തരം കാണിക്കാൻ വരുമോ? ഏതാണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇനി പറഞ്ഞു കൂടുതൽ പൊട്ടത്തരം പറയാനേ ഉള്ളൂ. അതുകൊണ്ട് ஒருத்தர் இருக்காரு இல்லையா, அவரோட நீங்க சந்தோஷமா வாழுங்க. നിർത്താന്ന് വിചാരിച്ചപ്പോഴാണ് ഇവൾ അതിലും വലിയ പൊട്ടത്തരം പറയുന്നത്. നിങ്ങളോട് ഒരാൾ ഇരിക്കാറില്ലേ, അവരുടെ കൂടെ വാഴുക. നീ നിന്റെയൊക്കെ നാട്ടിൽ ഇങ്ങനെയാണ്, ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെയും പോയി അവനോടാണ് താമസിക്കുന്നത്. ഇത് എന്തോടെ ഈ പറയുന്നത്? അവർ ഡിവോഴ്സായി പൊട്ടേ, ഡിവോഴ്സ് രജിസ്റ്റർ മാരേജ് പണിയാച്ച്. ஆனால் ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇருக்கு. അതൊക്കെ അറിയാത്തതിന്റെ കുഴപ്പമായിരിക്കും. ഡിവോഴ്സ് ചെയ്തു, മനസ്സിലായി? ഡിവോഴ്സ് ചെയ്താൽ പിന്നെ അവരോട് അങ്ങനെ പോയി അപ്പടിയൊന്നും നിൽക്കാൻ മുടിയാത്. നിന്നെ പോലെ അല്ലല്ലോ എല്ലാവരും. അങ്ങനെ എവിടെയൊക്കെ പോയി അങ്ങ് ചുമ്മാ അങ്ങ് നിൽക്കുക. എന്നിട്ട് അവർ ഡിവോഴ്സ് ആയോ ഇല്ലയോ എന്തോ ഇത്? അവർ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. നീ ചിലപ്പോൾ വല്ലതും ഇതിനുണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഇവിടെ നിൽക്കുന്നതിലും കല്യാണം കഴിച്ചിട്ടാണോ? അമ്പലത്തിലാണ് കെട്ടിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ പോയി കെട്ടണം. ഇവിടുത്തെ അമ്പലത്തിൽ കെട്ടിയ ചിലപ്പോൾ വാലിഡ് ആയിരിക്കത്തില്ല. ഇവൻ പറ്റിക്കും, മനസ്സിലായി? രജിസ്റ്റർ ചെയ്തോന്ന് ശ്രദ്ധിക്ക്. ആദ്യം പോയി അതൊക്കെ നോക്ക്. നീ നിന്റെ കാര്യം ഒന്ന് നോക്ക് വേണ്ടേ? ഇവന്റെ കൂടെ നിൽക്കുന്നത് ഇത്രയും കൂടെ മനസ്സിലായില്ലേ? ഇവൻ ഈ കേരളത്തിലെ ഏതോ മൂലക്കുള്ള അമ്പലത്തിലിട്ട് ഈ കാണിച്ച പരിപാടിയൊന്നും വാലിഡ് ആവണമെന്ന് ഇല്ല കേട്ടോ. തമിഴ്നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവർ പറയും അങ്ങനെ എന്നെ ഏത് കോവില് എന്നൊക്കെ. കോവിലല്ല ഞാൻ പറയുന്നില്ല, അങ്ങനെയൊക്കെ പറയും. വേഗം ആ സെറ്റപ്പ് ചെയ്യാൻ നോക്ക്. രജിസ്റ്റർ മാരേജ് ചെയ്യല്ല, നിനക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. വെറുതെ വീഡിയോ എടുത്ത് സമയം കളയാനേ ഉള്ളൂ. പിന്നെ വ്ളോഗറായിട്ടൊക്കെ ജീവിക്കാം. மாமாவை வந்து இது பண்ணாதீங்க, நாங்க வந்து சந்தோஷமா வாழ்றோம். அது കൊച്ചിനെ ഇതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയില്ലെന്ന് മനസ്സിലായി. ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരാതിരുന്നാൽ അത്രയും മണ്ടത്തരങ്ങൾ കുറഞ്ഞിരിക്കുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകത്തില്ല. പിന്നെ വല്ല ചില്ലറ പൈസ ഉണ്ടാക്കാനാണ് ഈ പരിപാടി ധരിപ്പിക്കുന്നതെങ്കിൽ ഇതിലും നല്ല ഒരുപാട് പരിപാടികൾ വേറെ ഉണ്ട്. ഇവൻ്റെ ഒരു അസുഖം വെച്ചിട്ട് ഇവൻ ഈ മറ്റേ ഭാര്യയോടൊപ്പമുള്ള കിടപ്രദൃശ്യങ്ങളൊക്കെ വീഡിയോ എടുക്കുമെന്ന് പറയുന്നത് ഞാൻ കേട്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലത്തെ സൈറ്റുകളുണ്ട്. നിങ്ങൾ അവിടെ പരിപാടി ധരിപ്പിച്ച് ഇതിൽ കൂടുതൽ കാശ് കിട്ടും. അതാണ് ഉദ്ദേശമെങ്കിൽ. അതല്ല ഇങ്ങനെ മണ്ടത്തരമൊക്കെ പറഞ്ഞ് മറ്റേ പാരലൽ വേൾഡിലുള്ള ഒരു പരിപാടി പോലെ അവതരിപ്പിച്ച് ആറാട്ടണ്ണൻ, അലിഞ്ചസ് പെരേര ആട്ട, ഇങ്ങനത്തെ ഒരു ഗ്യാങ് ഉണ്ട്. കിംബോയ്, ടൈഗർ അണ്ണൻ, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽ കൂടുതൽ പൈസ കിട്ടും. മറ്റേ അത് വല്ലതും ട്രൈ ചെയ്യും രണ്ടുപേരൂടെ. അതാണ് അവൻ്റെ മുന്നത്തെ ഒരു പണി. മനസ്സിലായോ? അവർ വന്ന് പറയുക, നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. அதே மாதிரி இப்போ இதெல்லாம் வந்து உங்களுடைய என்ன சொல்றது ப்ரூஃப் நாங்க கொஞ்சம் ഇതാണ് ആ രേഖ. കാണുന്നുണ്ടല്ലോ എല്ലാരും? പ്രൂഫ്. അക്കാടെ പ്രൂഫ് ഉണ്ടോ? അയ്യോ, ആരെങ്കിലും അത് ഓർമ്മ വന്നാൽ യാദൃശ്ചികം മാത്രം. கொஞ்சம் எடுத்து வச்சிருக்கோம். நாங்க வந்து கேஸ் கொடுக்க விரும்பல. என்ன சொன்ன? கேஸ் கொடுக்க விரும்பல? அதுன்னா அப்படி என்ன அப்படி ஒரு பேச்சு? எந்த நாட்டாமே தீர்ப்பு மாற்றி சொல்லுங்க.
நீங்க கேஸ் கொடுக்கும் மாமா வந்து அது வேண்டான்னு சொல்லிட்டாரு. ஏன்னா പിന്നെ എന്തിനാടാ ഈ പ്രൂഫ്? പ്രിന്റൊക്കെ എടുത്തോണ്ട് എന്തോ ഇരിക്കും? ഇത് ആരെ കാണിക്കാൻ വന്നതാ? പേപ്പർ ഒരെണ്ണം കൈ പിടിച്ചത് ഇത് പ്രൂഫാ. പക്ഷെ മാമ കേസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മാമ കൊണ്ടുപോയി അങ്ങ് എടുക്കും ഇനി കേസൊക്കെ. ഇതിനേശം അങ്ങോട്ട് ചെല്ലായിരിക്കുന്നതല്ല, പിടിച്ച് അകത്തിടും. ஏன்னா இவ்வளோ நாள் வந்து வந்து வேண்டாம் வேண்டாம் சொல்லிட்டு இருந்தது. ഇങ്ങനെ വേണ്ട വേണ്ട എന്ന് ചൊല്ലുന്നതാണ് നല്ലത്. കാരണം കേരള പോലീസിനെ കുറെ പ്രാവശ്യം പൊട്ട് കളിപ്പിച്ചിട്ടുണ്ട്. കേരള പോലീസൊക്കെ വെറും മണ്ടന്മാരാന്ന് ബാലയ്ക്കൊരു ചെറിയ ധാരണയുണ്ട്. കേരള പോലീസ് കൈക്കൂലി മേടിക്കുന്നവരാന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങ് പൊട്ടനാ, പോലീസനാ പൊട്ടനാ അങ്ങനെ വിചാരിക്കരുത്, മനസ്സിലായോ? ഇനി ഇതുപോലത്തെ പരിപാടി കൊണ്ട് അങ്ങോട്ട് ചെന്ന ഇവൻ വിവരം അറിയും. അതുകൊണ്ടാ പോവാത്തെ, അല്ലാതെ വിട്ടിറങ്ങിയൊന്നല്ല. ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ നല്ല പരിപാടി കാണിച്ചു കൊടുക്കും ഇവന്. അതിനിപ്പോൾ കാശൊന്നും ഇറക്കി നടക്കത്തില്ല, കാശ് ഇറക്കി നടക്കുന്ന കേസല്ലക്ക. இன்னைக்கு நீங்க வந்து இது பண்ணது எனக்கு ரொம்பவே கஷ்டமா இருந்தது. എന്താണെങ്കിലും ഇനി ഇതിൽ കൂടുതലൊന്നും അറിയാനില്ല. കാരണം മണ്ടത്തരങ്ങൾ പറഞ്ഞു പോകുന്നു, പിന്നെ പേപ്പർ എടുക്കുന്നു. ഇനി അതിനകത്തൊന്നും വലിയ മണ്ടത്തരം പറയും, ആരോടൊക്കെ എന്തൊക്കെയോ ചാറ്റ് ചെയ്തൊക്കെ, അതൊന്നും വലിയ കാര്യമാക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇതിനിടയല്ല ഇവിടെ എന്താ ആന പാറിയ കഥ പറയുമ്പോൾ അവിടെ കോണാൻ പാറിയ എടുത്തിട്ട് പോടെ. ஃபர்ஸ்ட் இது ஓபன் பண்ணுங்க, ஓகேங்களா? அவ்வளவுதான். ഞാൻ ഇതിനിടെ കുറേ നേരമൊക്കെ എന്തൊക്കെയോ പോഴത്തിലൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇവിടെ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് എൽസവത്തിനെതിരെ ബാല പിന്നെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. പിന്നെ പോലീസുകാർ എങ്ങനെയാണ് എടുക്കുന്നതെന്നും മേടിക്കുന്നതെന്നൊക്കെ ഉള്ളത് അവർ കൊടുക്കുന്ന പൈസ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കള്ളക്കേസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ എന്താണ്ടൊക്കെ ഉള്ളതിൻ്റെ തെളിവുകൾ കാണിക്കുന്നുണ്ട്, കള്ളക്കേസുകളുടെ തെളിവ്. അതൊക്കെ ഇവിടെ നടത്തിയത് വളരെ മോശം പരിപാടിയാണ്, ഒന്നിനും കൊള്ളത്തില്ല. ഇത് സീരിയസ് ആയിട്ട് സംസാരിക്കാനുള്ള വിഷയമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇത് ഈ ഒരു രീതിയിൽ. അല്ലാതെ ഇതൊക്കെ കാര്യമായിട്ട് എടുത്ത് സംസാരിക്കാൻ നമ്മൾ പൊട്ടനല്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു ഫോർമാറ്റ് ഞങ്ങൾ ഈ പ്രാവശ്യം സെലക്ട് ചെയ്തത്. പൊട്ടത്തരത്തിന് പൊട്ടത്തരം. ഇനി അക്കാട് ഒരു കാര്യം പറഞ്ഞുതരാം. ഇന്ന് ഞാൻ, നാളെ നീ, ഇന്ന് എലിസബത്ത്, മുന്നേ അമൃത, നാളെ കോകില.